ഗായ്സ്, സോറി. ഞാനാണെങ്കിൽ നമ്മുടെ ഈ വേൾഡിൽ എന്താ പറയാണ്ട് നമ്മുടെ ഈ കഴിഞ്ഞ എപ്പിസോഡ് 1 നമ്മൾ വീടുണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ നമ്മുടെ എപ്പിസോഡ് 1 നിർത്തിയത്. പക്ഷേ എന്നിട്ട് ഞാൻ വീടൊക്കെ ഉണ്ടാക്കി, ഒരു നല്ല ഹൗസ് ഉണ്ടാക്കി. അതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ റെക്കോർഡ് ചെയ്തായിരുന്നു. പക്ഷെ ഇത് ഒരു മിനിറ്റ് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. പക്ഷെ എൻ്റെ റെക്കോർഡിങ്സ് ഒക്കെ ഡിലീറ്റ് ആയി. അപ്പം അങ്ങനെ എനിക്ക് വേറൊരു വഴിയുമില്ല. സോ അതുകൊണ്ട് ഞാൻ കുറേ ദിവസത്തേക്കൊന്നും 2 മാസത്തിൻ്റെ ഏകദേശം 2 മാസം ആവാറായി ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം അതായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു ഗൈസ്. സോ ഫസ്റ്റ് നമുക്ക് ഞാൻ കാണിച്ചു തരാം നമ്മുടെ വീട് എന്ന്. എൻ്റെ കൂടെ സ്കെൽറ്റ് ഉണ്ടായല്ലോ. അതാ ടെസ്റ്റ് കൂട്ടാം. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു മലയുടെ മീതെന്നു അപ്പോൾ അത് വീടുണ്ടാക്കിയിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് നമ്മുടെ വീട് കാണാൻ. ബാക്കിൽ നിന്ന് കുഴപ്പമില്ല, അത്യാവശ്യം ഭംഗിയുണ്ട്. ഇതുണ്ടോ, എനിക്ക് ഇതങ്ങനെയൊക്കെയാണ് നമ്മുടെ ബാക്കിൽ നിന്ന് വീട് കാണാൻ. എനിക്കിതൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ, പക്ഷേ ഒന്നും പറ്റിയില്ല. എൻ്റെ റെക്കോർഡിങ്സൊക്കെ ഡിലീറ്റ് ചെയ്യാൻ മൊത്തം. പിന്നെ ഞാനാണ് ഇവിടെ ചെറിയൊരു ചിക്കൻ ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പിഗ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മെലൺ ഫാമായിരുന്നു. വീറ്റിൻ്റെ ഫാമും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര സാധനങ്ങൾ തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ പ്രത്യേകിച്ചിട്ട് വേറെ ഒന്നുമില്ല. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ ഗോൾ എന്ന് വെച്ചാൽ ഫുൾ സെറ്റ് അയൺ ആർമറാണ്. പിന്നെ വേറെ കാര്യം ഗൈസ്, ഞാൻ ഒന്നുകൂടി സോറി പറയാണ്. കാരണം അതിൻ്റെ റെക്കോർഡിങ്സിൻ്റെ അടുത്ത് ഇല്ല. സോ അതുകൊണ്ട് ഈ വീടുണ്ടാക്കിയതൊക്കെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ റെക്കോർഡിങ്സ് ഇല്ല, ഡിലീറ്റ് ആയിപ്പോയി. സോ എഗെയിൻ ഒരു സോറിയും കൂടി ഗൈസ്. എന്തായാലും ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇത് തുടങ്ങാം. എന്നിട്ട് നമുക്ക് അയൺ ആർമർ ഉണ്ടാക്കണം. എൻ്റെ അടുത്തിപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മൈനിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് അങ്ങനെ കുറച്ച് അയണൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഇങ്ങനെയൊക്കെ പോയിട്ട് സ്മെൽറ്റ് ചെയ്യാം. ഇത് ഫർണസ് ഉണ്ടോ അറിയില്ല. ഇല്ല, എൻ്റെ ഫർണസ് ഇല്ല. സോ ഫസ്റ്റ് നമുക്ക് കുറച്ച് ഒരു ഫർണസ് മതിയാവും. 2 ഫർണസ് ഉണ്ടായിക്കോട്ടെ. ഇതിനെ ഇവിടെയും വയ്ക്കാം. എന്നിട്ട് ഇതിൽ കുറച്ച് അയണം, പിന്നെ ഇതിലും കുറച്ച് അയണം, ഇതിലൊരു 3 കോളും, അതിലും കുറച്ച് കോളൊക്കെ വയ്ക്കാം. എന്തായാലും ഇതാവട്ടെ. അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു നമ്മുടെ ഇൻറ്റീരിയറിനെ ആക്കിയിട്ടുള്ളൊരു പണി ഉണ്ടായിരുന്നു ഗൈസ്. നമ്മുടെ ഈ ഭാഗത്ത് കണ്ടോ, ഇത് നമുക്ക് ഇങ്ങനെ ഓക്കെ ഇങ്ങനെ നമുക്ക് ചെയ്യണം. അത് കുറച്ച് ഭംഗിയുണ്ടാവും. അപ്പോൾ പക്ഷെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ആക്കണം എന്നില്ല. ഞാൻ അറിയാണ്ട് ഇവിടെ വന്നാൽ ചെയ്തു പോയി. അപ്പോൾ പിന്നെ എല്ലാതും ആക്കണ്ടേ. അപ്പോൾ ഇത് കുഴപ്പമില്ല. ഇത് നമുക്ക് ഈ സാധനം ചെയ്യണ്ട, ഇതുകളാക്കിയാൽ മതി. നമുക്ക് ഈ ഡോറിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇല്ലേ, ഇതാക്കണ്ട. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ജനലിൻ്റെ അവിടെയുള്ളൊക്കെ ഈ ലോഗുകൾ മാത്രം നമുക്ക് ഇതാക്കി മതി. പിന്നെ ഇവിടെ എന്തെങ്ങനെ വരാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആക്കാം. ഫസ്റ്റ് ഇതിങ്ങനെ നീന്നോട്ടെ. നമുക്ക് ഇത്രേ ഉള്ളൂ. നമുക്ക് വേറെ കുറച്ച് ജനലുണ്ടായിരുന്നല്ലോ. ഇനി അടിയിലുണ്ടോന്നു? അടിയിലുണ്ട്. ഇത് നമുക്ക് ചെയ്യാം. ഇവിടെ ഉണ്ട്, ഇതൊന്ന് ചെയ്യാം. സോ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇത് പകുതി മുക്കാലും കഴിഞ്ഞിട്ടുണ്ട്. ഇതും കളയണേ ഗൈസ്. ഇപ്പോൾ കുഴപ്പമില്ല. ഇനി നമ്മുടെ അടുത്ത പണിയപ്പോൾ കുറച്ച് സ്മെൽറ്റ് ഉണ്ടാവുമായിരിക്കും. അത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം.
ഇതിന്ന് 11 ഇതിന്ന് 12 ധാരാളം. എത്ര മതിയോ? നമുക്ക് ഫുൾ സെറ്റ് ആണ് പറഞ്ഞാൽ 25 എത്ര വേണം? സോ ഫസ്റ്റ് നമുക്ക് ഒരു അയൺ ഹെൽമെറ്റ് എടുക്കാം. ഇതിട്ടു. അടുത്തത് നമുക്കൊരു ചെസ്റ്റ് പ്ലേറ്റ് അതും എടുത്തു. പിന്നെ നമുക്കൊരു ലെഗിങ്സ് അതും എടുത്തു. നമുക്കൊരു ബൂട്ട് ഒരു അയൺ കൂടിയാണല്ലേ, അതായി. ഇതിൽ നമുക്ക് കുറച്ച് മീറ്റ് ഉണ്ട്, കുക്ക് ചെയ്യാം. പിന്നെ അതിനെന്താണ് നമുക്ക് ബൂട്ട് അത് ഫുൾ കംപ്ലീറ്റ് ആയില്ല. നമ്മുടെ അയൺ ആർമർ ഫുൾ കംപ്ലീറ്റ് ആയി ഗൈസ്. യെസ്. ഞങ്ങൾക്ക് അടുത്തത് നമുക്ക് സോഡ് ഉണ്ട്. ഒരു പുതിയ ആക്സ് ഉണ്ടാക്കാം. ആക്സിന് ഇനി വേണം, ഇവിടെ ഉണ്ടാവും. ആക്സ് അങ്ങനെ ഒരു ആക്സും കൂടിയായി. ഞാൻ മറ്റേ നമ്മുടെ ഈ ചെലന്തിനെ കൊണ്ടിട്ടൊക്കെ ഞാൻ മറ്റേ വലയൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ബോ. പിന്നെ കുറച്ച് ഏരോസും ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ദൂരത്തേക്കൊക്കെ ലോങ് റേഞ്ചിനാണെങ്കിൽ നമുക്ക് അവിടെ പോയി ബോയ് ഉപയോഗിക്കാം. പിന്നെ കളക്ട് ചെയ്യേണ്ട തന്നെ. സോ അതുകൊണ്ട് നമുക്ക് ലോങ് റേഞ്ചിന് അത്യാവശ്യം നല്ല വെപ്പൺ ഉണ്ട്. പിന്നെ ഷോർട്ട് റേഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ആക്സ് തൊട്ട് നമുക്ക് ഈ ആക്സ് ഉപയോഗിക്കാം. പിന്നെ ഞാൻ വുഡ്ലാൻഡിക്കും കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. വുഡ്ലാൻഡ് എന്തെന്ന് പറയുക, ഡാർക്ക് ഫോറസ്റ്റ്, അതെന്തായാലും ആ ഭയം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ബെറികളും പറിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് സ്വീറ്റ് ബെറി. ഇത് നമുക്ക് ഫാം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? അതും പറ്റുന്നുണ്ടാവും. അത് ഉണ്ട്. എന്തായാലും ഇത് നോക്കാം. ഓക്കെ. അപ്പം നമ്മുടെ ഇന്നിപ്പോൾ നമ്മൾ ഈ കുറച്ചായത്തിൽ നമ്മളിപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ഉള്ളതുകൊണ്ട് അങ്ങനെ നമ്മുടെ അയൺ ആർമർ ഉണ്ടാക്കി. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ വെച്ചാൽ നമ്മുടെ യൂട്യൂബിനെ ഞാൻ ക്വിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. കാരണം എനിക്ക് കൂടുതൽ സപ്പോർട്ടൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പം ഞാൻ എന്നിട്ട് ഈ വേൾഡിൽ കുറച്ചൊക്കെ കളിച്ചു, അതുകൊണ്ടായിരുന്നു. പക്ഷെ ഞാൻ ശരിക്കും ക്വിറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ എന്നാലും വേറെ ചെയ്യേണ്ടത് വെച്ച് ക്വിറ്റിയില്ല. എന്നിട്ട് ഞാൻ കുറച്ചുകൂടി തിരിച്ചു തന്നിരിക്കുന്നു. എന്തായാലും നമുക്ക് ഫുഡ് എടുത്തില്ലല്ലോ ഫുള്ള്. വാതിലടച്ചൊക്കെ കഴിയും, നല്ല സോംബീസൊക്കെ വരും. ഫുഡും ഫുള്ള് എടുത്താൽ ഇല്ല, ഫുഡ് ഫുള്ള് എടുത്തില്ല. കോൾ എടുത്തേക്കാം. ഈ രണ്ടും ഒരു ഫർണസ് എടുക്കാം, അത് മതി. പിന്നെ സോംബീസിൻ്റെ സൗണ്ട് ഇടണോ? സോംബീൻ്റെ സൗണ്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. എന്താ ചെയ്യിക്കോട്ടെ. എന്തായാലും നമുക്കിനി അടുത്ത പണി ഈ മലയൊക്കെ നമുക്ക് മുറിക്കേണ്ടി വരും. കാരണം വല്ല സോംബി ഇങ്ങനെ ചാടിയൊക്കെ വരുന്നുണ്ടാവും. പറയാൻ പറ്റില്ല, സോംബി ചാടി വരും. അതെയോ, സോംബി ചാടി ഉണ്ടാവില്ല. എൻ്റെ ഹെൽത്ത് പോകുന്നു. നമുക്ക് ഇവിടെ ഒരു സ്പൈഡർ ഉണ്ട്. ഈ സ്പൈഡറിനെ കൊണ്ട് പാമ്പിൻ്റെ ഉള്ളിൽ പോയി. സ്റ്റീം കാണാൻ എനിക്ക് രാത്രി തന്നു. ഇവിടെ നിന്ന് ഇറങ്ങിയാലോ? എന്താ? ഓക്കെ. ഞാൻ എന്തെങ്കിലും ഇപ്പം ഉണ്ടായി എന്തായാലും ദിവസം നമുക്കൊരു മുട്ട ഇട്ടിട്ടുണ്ട്, പൊട്ടിച്ചോക്കാം. വയില്ല, എന്താ ഇത് മുട്ട ഒന്നും വന്നാണല്ലോ. കുട്ടികൾ വരുന്നില്ല, ആരും പുറത്തേക്ക് ഇത് ഉള്ളു രണ്ടെണ്ണം പുറത്തുങ്ങി. ഇന്ന് നിങ്ങളിനി വേണ്ട. എന്താ അതിൻ്റെ ഉള്ളിൽ ഇരുന്നപ്പോൾ എന്താ കുഴപ്പം? അതിൻ്റെ ഉള്ളിലിരുന്ന് എന്താ കുഴപ്പം? ഈ ബെഡ് നമുക്ക് സംഭവം സെറ്റ്. ഞാൻ പിന്നെ പിഗ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.
നമുക്കുള്ളത് കൗ ഫാമാണ് ബാക്കി. ഇവിടെ വില്ലേജേഴ്സ് കുറച്ച് കൗസിനെ കണ്ടോ, കുറച്ച് കൂടുതലായില്ലേ. എന്തായാലും വില്ലേജേഴ്സ് കുറച്ച് കൂടുതൽ കൗസിനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മതിയില്ല, നമുക്ക് ഇത് തന്നെ നമുക്ക് നമ്മുടെ കൗ ഫാമാക്കി മാറ്റാം. എന്തായാലും നമുക്ക് വേറെ പണി വെച്ചാൽ സ്റ്റെപ്പാണ് ഗൈസ്. അപ്പോൾ നമുക്കിവിടെ വേറൊരു മുട്ടടി. ഓക്കെ, നമുക്കിവിടെ നമുക്ക് മീതൊക്കെ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റെപ്പ് ഉണ്ടാക്കണം ഫസ്റ്റ്. സോ സ്റ്റെപ്പിന് വേണ്ടി അടുത്ത് നമുക്കൊരു അയണിൻ്റെ ഇത് ഉണ്ടാക്കാം. എന്താ പറയുക, അയണിൻ്റെ ഷവല് അല്ല, ഷവലിന് ഇത്ര വേണ്ടല്ലോ. നമുക്ക് ഇത് കുറച്ച് സ്റ്റിക്ക് എടുക്കാം. സ്റ്റിക്കിനെ വെച്ചിട്ട് ഒന്നിച്ചപ്പോൾ ഷവലായി. നമുക്കിത് വെച്ചിട്ട് ഗൈസ് ഇവിടെ ഇങ്ങനെ മൊത്തം നിരപ്പാക്കി ഇടാം. നിരപ്പാക്കല്ല, കറക്റ്റ് നമുക്ക് കയറാൻ പറ്റുന്ന പോലെ ആക്കാം. ഫസ്റ്റ് നമുക്ക് ഇത് അവിടെ നിന്ന് എടുക്കാം. ഞാൻ ഗൈസ് ഞാനത് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാണ്. സോ അത് കുറേ സമയം എടുക്കുന്നുണ്ടായിരുന്നു. സോ പണി കഴിഞ്ഞ ശേഷം നിങ്ങൾ കാണാം. ഈ ഗൈസ് ഈ ഇതുണ്ടാവും നമ്മുടെ അടുത്ത് നിൽക്കുന്നത് എന്താണ്? ഹലോ, ഞാൻ തലാട്ടണു. ഗൈസ് ഇതൊക്കെ നമ്മൾ കുഞ്ഞുമാൻ തലാട്ടുണ്ട്. ഇതുകൊണ്ടാ ഇത് നമ്മുടെ ഫ്രണ്ടാവും. നോക്ക്, അതാ ഫ്രണ്ടാവുണ്ടോ എൻ്റെ? യെസ് എന്നാണല്ലോ പറയുന്നത്. അന്നൊക്കെ ആവാനില്ല, എനിക്ക് താല്പര്യമില്ല. എന്താണ് ശരിക്കും എന്താ ഗൈസ്? നോക്ക്, ഇത് തലയിട്ടുണ്ടല്ലോ. എന്താ അറിയില്ല. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ ക്രീപ്പറൊക്കെ പൊട്ടിയിട്ടുണ്ടാകും. ഈ കുഴി അടയ്ക്കണം. പിന്നെ ഇന്ത്യയിൽ ഒന്നുകൂടി അങ്ങോട്ട് മീതൊക്കെ സ്റ്റെപ്പ് ഉണ്ടാകും. അത് നേടാൻ പിന്നെയും കാണാം. സോ ഗൈസ്, അപ്പോൾ അതാ നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അതാ ഫസ്റ്റ് മിനിറ്റ് തൊടിയും. അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് തന്നെ രാജാക്കന്മാരുടെ ഫീല് വരുന്നൊരു സ്റ്റെയർ പോലെയാണ്. ഡേർട്ടിൻ്റെ ആണ്, എന്നാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ഫീലാണ്. പിന്നെ എന്താ ഏറ്റവും വലിയ ശബരിമല പോലത്തെ വലിയ പടിയാണിത്. ഇങ്ങനെ കയറാം നമുക്ക്. ശബരിമലയല്ല, ഒരു രാജാക്കന്മാരുടെ ഫീൽ വരുന്ന പോലത്തെ ഒരു പടിയാണ്. ഇതൊക്കെ ഒന്ന് പറയാം, വലിയൊരു പടിയാണ് ഫസ്റ്റ് തന്നെ. എന്താ ഈ ഒരു വലുതുണ്ട്. നമുക്കിതെങ്ങനെ ഇങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെ പോയ ശേഷം ഇറങ്ങാൻ വേണ്ടിയിട്ടതാ ഒരു ചെറിയൊരു പടിയുണ്ട്. നമുക്കിതെങ്ങനെ എന്നിട്ട് ഇതിങ്ങനെ പോവാം. ഇങ്ങനെ എന്നിട്ട് ഇവിടെ അത് വേറൊരു സ്റ്റെയർ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെ നമുക്കിതങ്ങനെ കയറാം. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാം. പിന്നെ ഗൈസ് വേറൊരു കാര്യമുണ്ട്. ഞാൻ നമുക്ക് എൻ്റെ വീടിൻ്റെ ഫുൾ ടൂർ കാണിച്ചു തന്നില്ലല്ലോ. ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഫുൾ ഞാൻ പറഞ്ഞില്ലല്ലോ എങ്ങനെയാണ് ഇപ്പം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇതന്നെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഞാൻ വേറൊരു കാര്യം വിചാരിക്കുന്നത്, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ഇവിടെ ഒരു ഇതിപ്പോൾ ഇതിൻ്റെ അടിയിൽ കൊക്ക പോലെയല്ലേ, ഇതിങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇത് അതുവരെ അങ്ങോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ മൊത്തം സ്ഥലത്തിന് ഇങ്ങനെ ഒരു നമുക്ക് ഡേർട്ട് വെച്ചിട്ട് ഒരു പ്ലേസ് ആക്കി പറ്റും. കാരണം അതൊരു മലയല്ലേ, കുറച്ചൊരു ഇതാക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടി ആ ഒരു ഐഡിയ ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ എൻ്റെ വീടിൻ്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം. എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, പക്ഷേ ഇപ്പോൾ കാണിച്ചു തരാം. എനിക്കിപ്പോൾ എന്തെങ്കിലും ഇത് അടയ്ക്കാം. നമുക്ക് ഇവിടെ വയ്ക്കാം. ഇവിടെ നിന്നോട്ടെ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയൊരു ഇതൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ലാത്ത അത്ര ഒരു ഇതില്ലാണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട്. പിന്നെ ഈ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് ലീവ്സ് മുറിക്കാം, കാരണം അത്ര വ്യൂ കിട്ടില്ല. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട്. ഫസ്റ്റ് തന്നെ കയറുമ്പോൾ അതിവിടെ കുറേ അങ്ങനെ ഇങ്ങനെ വെച്ച് നമുക്ക് ലാമ്പാക്കി മാറ്റാം. അവിടെയൊക്കെ മൊത്തം കുറച്ച് ഇന്ത്യയൊക്കെ ശരിയാക്കുന്നുണ്ട്. പിന്നെ അതവിടെ
ചെസ്റ്റ് ഉണ്ട്, അതിൽ കുറച്ച് ഓരോ ലൂട്ടുണ്ട്, ചെറിയ ചെറിയ ലൂട്ട്. ഞാൻ യൂട്യൂബ് ക്വിറ്റ് ചെയ്ത സമയത്ത് ഞാൻ കുറച്ച് വെറുതെ ഇങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം ഉണ്ടാക്കി ലൂട്ടുണ്ട്. പിന്നെ നമുക്കിത് അവിടെ കുറേ പുറത്തൊക്കെ വേണമെങ്കിൽ നോക്കാം, എന്നിട്ട് അങ്ങോട്ട് നോക്കാം, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കാം, അങ്ങനെ നോക്കാം. പിന്നെ അവിടെ 2 ഫർണസ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ബ്ലാസ്റ്റ് ഫർണസ് അങ്ങനെയൊക്കെ വെക്കാം. ഈ ഭാഗത്തൊക്കെ നോക്കാം, അവിടെ വില്ലേജ് ഫാമിൻ്റെ അങ്ങോട്ടൊക്കെ നോക്കാം, അങ്ങനെ പറ്റും. പിന്നെ നമുക്ക് കയറുന്ന ഈ ഭാഗത്ത് തന്നെ ഒരു ലാഡർ ഉണ്ട്, ഇതിനെ കയറി മീതയ്ക്ക് പോയാൽ നമുക്ക് ഇങ്ങോട്ട് നോക്കാൻ പറ്റും, ഇങ്ങോട്ട് നോക്കാൻ പറ്റും. പിന്നെ ഇതവിടെ തന്നെ ലാഡറിൻ്റെ അവിടെ തന്നെ ഉണ്ട് നോക്കാം. ഇവിടെ മൊത്തം ഈ ജനലുകളൊക്കെ നമുക്ക് മൊത്തം വ്യൂ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. പിന്നുള്ളത് നമ്മുടെ ഇത് ശരിക്കും പറഞ്ഞാൽ കിച്ചൺ ഏരിയ പോലെയൊക്കെ തോന്നുന്നു. എന്തായാലും ഇതവിടെ ഇങ്ങനെ ചെറിയ ബാൽക്കണി പറയാം, ബാക്ക് സൈഡത്തെ ബാൽക്കണി. അപ്പോൾ മൊത്തം ചെറിയ ദിവസം ഇങ്ങനെ നോക്കാൻ പറ്റും, കാണാൻ ഭംഗിയുണ്ട് കേട്ടോ, നമുക്ക് കൂടിയിട്ട് നോക്കാൻ പറ്റും. സോ ഇത്രേ ഉള്ളൂ ഏകദേശം എൻ്റെ വീടിൻ്റെ ഫുൾ ഇത്. പിന്നെ മീതൊക്കെ ഞാൻ വെറുതെ സ്റ്റെയർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എൻ്റെ മീതെ സാധനം ഉണ്ട് കണ്ടോ, മീതെ പോയിട്ട് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ വെറുതെ നോക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് ബാക്കിയുള്ള ഒരു തരം ഒരു സ്റ്റാച്ചു പറയാം, പക്ഷെ അങ്ങനത്തെ ടൈപ്പ് സാധനമാണ്, വീടിൻ്റെ മുമ്പിലുള്ളതാണ്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ വേറൊരു കാര്യം, നമുക്കിനി അടുത്ത വീഡിയോക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഇവിടുത്തെ കുറച്ചുള്ളൊക്കെ ഒന്ന് അതിൻ്റെ ലീവ്സൊക്കെ മുറിക്കണം. പിന്നെ ഞാൻ മുതൽ ഏറ്റവും പെട്ടെന്ന് തന്നെ എല്ലാ വീഡിയോസും ഇടാൻ നോക്കാം. സോ അപ്പോഴത്തേക്കും ബൈ.